السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد شفيع المذنبين وعلى آله وصحبه الفائزين. أما بعد، فإن خير الكلام كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ഏറ്റവും ബഹുമാനമുള്ള സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ബാഫക്കി തങ്ങളവറുകളെ, ബഹുമാനപ്പെട്ട ദീർഘകാലം പ്രവർത്തിക്കാൻ നേതൃത്വം നൽകാനുമൊക്കെ നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ മഹത്തായ സ്ഥാനത്തെ സംബന്ധിച്ച് മജ്മഅയെ സംബന്ധിച്ച് വളരെയേറെ നേരത്തെ തന്നെ കേൾക്കുന്നുണ്ട്. ഈ അടുത്ത് ഇവിടെ വന്ന് ഏതാണ്ട് 2 ആഴ്ചയായിട്ടുള്ളൂ ഇവിടെ വന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രസംഗിക്കാൻ സാധിച്ചു. ഇന്ന് യഥാർത്ഥത്തിൽ ലോകതലത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ആധുനിക ലോകം വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഉള്ള ഒരു നല്ല താല്പര്യം ജനങ്ങളിൽ എല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മത വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയയാണ്. ഇത് നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. ആ സ്ഥാപനമാണ് മുസ്ലിം കേരളത്തിലും പുറത്തും ഇതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പ്രേരണ നൽകിയത്. അതിനുശേഷം ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിലും മറ്റുമായി ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് വാസ്തവത്തിൽ കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം മുളുമഹില്ലായി എന്ന് നമ്മൾ ഉസ്താദുമാർ പറയും. അതൊന്നും ഇന്ന് കാണാനില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഹക്ക് രാജ്യത്ത് പ്രചരിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അത് ഉൾക്കൊണ്ടപ്പോൾ ബാത്തിൽ സുന്നത്ത് ജമാഅത്തിനെതിരായ നവീന പ്രസ്ഥാനങ്ങളെല്ലാം ഇവിടെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അധിക കാലമൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല. ഈ മഹത്തായ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഈ നല്ല കൂട്ടായ്മയിൽ മുന്നോട്ട് നീങ്ങാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.